ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 96 റിവ്യൂ ആണ്. ഏറെ ആളുകളുടെ വലിയ പരാതികൾക്കും അതൃപ്തികൾക്കും ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് ഒരു മിഡ് വീക്ക് എവിക്ഷനിൽ കൂടെ ശ്രീതു ഹൗസിന് പുറത്തേക്ക് പോയിരിക്കുകയാണ്. അർഹിക്കുന്ന ഒരു എവിക്ഷൻ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എന്താ ഇത്ര വൈകിയത് എന്നുള്ള ഒരു ആലോചനയിലായിരുന്നു ഇതുവരെ ആളുകൾ. ശ്രീതു എങ്ങനെയാണ് ഹൗസിൽ ഇത്രനാൾ തുടർന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പലവിധ കഥകൾ പുറത്തൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ലോറി കയറി കാര്യമായിട്ട് വോട്ടുകൾ വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ശ്രീതു നിന്നത് എന്നൊക്കെ ആരൊക്കെയോ പറയുന്നത് കേട്ടു. തമിഴ്നാട്ടുകാരൊക്കെ മലയാളം ബിഗ് ബോസ് കാണുന്ന ഒരു ലെവലിലേക്ക് അവർ താഴ്ന്നു പോയോ എന്നുള്ളത് ഞാൻ ആലോചിച്ചു. കാരണം ഇത്രയധികം ബോറിംഗ് ആയിട്ടുള്ള ഒരു സീസൺ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ കണ്ട് ഫാൻസ് കയറി വന്ന് വോട്ട് ഒരാൾക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും ശ്രീതു ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയ സമയത്ത് അർജുൻ കാര്യമായിട്ട് തന്നെ വിഷമിക്കുന്നുണ്ട്. ഗബ്രിയുടെ ഒരു എൻട്രി, ശ്രീതുവിന്റെ ഒരു എവിക്ഷൻ, ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ്. നല്ല രസമുള്ള എപ്പിസോഡായിരുന്നു. ലൈവും കുറേയൊക്കെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. വീണ്ടും ആ ഒരു ഹൗസ് നിറഞ്ഞ ആ ഒരു പ്രതീതി, പലവിധ സംസാരങ്ങളാൽ പലവിധ ഡിസ്കഷനാൽ ഹൗസ് നിറഞ്ഞ ആ ഒരു പ്രതീതി ഇന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിലേക്ക് ഒരു ജാഥയ്ക്കുള്ള ആളുണ്ടായിരുന്നു. ഒരു ചെറിയ വഴക്ക്, ഒരു ഉള്ളി തോല് പൊളിക്കണ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ജാഥയായിട്ട് ആളുകൾ അതിൻ്റെ പുറകെ അങ്ങോട്ട് പോവുകയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ആളുകൾ ഇങ്ങനെ ഓരോ ആളുകളെ വോട്ടിങ്ങിൽ കൂടെ പുറത്താക്കിയതും നിലനിർത്തിയതും ഒക്കെ. അപ്പോൾ അതിനകത്ത് മികച്ച പല ഗെയിമേഴ്സും ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയി. അവരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഗബ്രി വന്നപ്പോഴത്തേന് ഹൗസിന്റെ ഒരു ടോട്ടൽ മൂഡ് തന്നെ അങ്ങോട്ട് മാറി. ബാക്കി ആളുകളൊക്കെ ഗബ്രിയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇൻഫീരിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ അഭിഷേക്, ഋഷി, അർജുൻ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഗബ്രിയുടെ ഒരു റേഞ്ചിലുള്ള ആൾക്കാരല്ല. എന്നിട്ടും അവരവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ടോപ്പ് 5 ആണ്. ടോപ്പ് 5 എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിനകത്ത് ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഇപ്പം ജാസ്മിൻ, അതേപോലെ തന്നെ ഗെയിം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ, ജിൻഡോയൊക്കെയാണ്. ഇപ്പൊ അർജുനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടാണ്. പക്ഷെ നല്ല ഗെയിമേഴ്സ്, ഇവരെക്കാളും മികച്ച ഗെയിമേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അർജുൻ, ഋഷി, അഭിഷേക് എന്നിവരെക്കാളും മികച്ച ഗെയിമേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവർ പുറത്തേക്ക് പോയി. അത് ഈ ഒരു വോട്ടിങ്ങിന്റെ സംഭവമാണ്. PR ചാനലുകാരുടെ മാനിപ്പുലേഷൻ കാരണമാണ് നല്ല ഗെയിമേഴ്സ് പുറത്തു പോകുന്നതും അനർഹരായിട്ടുള്ളവർ അവിടെ തുടരുന്നതും. അവർ ഗെയിം അല്ലല്ലോ ഡിസ്കസ് ചെയ്യുന്നത്, കണ്ടസ്റ്റൻസിന്റെ പേഴ്സണൽ ലൈഫ് ആണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. പേഴ്സണൽ ലൈഫൊക്കെ എടുത്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരുടെയും ലൈഫിൽ വളരെ മോശമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ടുണ്ടാവും. നമ്മളൊരു വീഡിയോയിൽ ഈ ടോപ്പ് ഗെയിമേഴ്സിൻ്റെ ഒക്കെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരൊറ്റ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരുടെയും അങ്ങനെയൊക്കെ പറയാനുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ഗെയിമിൽ വോട്ട് കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നല്ല കാശ് PR ഇറക്കാൻ ഉള്ളവൻ വിജയിക്കും, അല്ലാത്തവൻ തോക്കും. ആ ഒരു രീതി വോട്ടിങ്ങിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഗെയിം ഇതിൻ്റെ ആ ഒരു രീതിക്ക് നടത്താൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇനി എപ്പിസോഡ് 96 റിവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ വെളുപ്പിന് തന്നെ ഗബ്രി ഹൗസിലേക്ക് വരികയാണ്. ആൾക്കാരും എഴുന്നേറ്റിട്ടില്ല. ഗബ്രിക്ക് കിട്ടിയ ഒരു ടാസ്ക് എല്ലാ ആൾക്കാരും വിളിച്ച് എഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ്. രതീഷിനെയാണ് ആദ്യം തന്നെ ഗബ്രി വിളിക്കുന്നത്. ഗബ്രി രതീഷിനെ വിളിച്ചിട്ട് ജാസ്മിൻ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയുള്ള പ്ലാൻ ഇടുകയാണ്. കിച്ചണിലേക്ക് ജാസ്മിനെ വിളിക്കുന്നു. ഗബ്രിയെ കണ്ടിട്ട് ജാസ്മിൻ ആകെ മൊത്തത്തിൽ സ്തബ്ധയായി കിളി പോയേക്കാൻ നിൽക്കുകയാണ്. പല്ല് തേക്കാത്ത സമയത്ത് തന്നെ കാണാനായിട്ട് ആളുകൾ വരുന്നത് ആദ്യമായിട്ടൊന്നും അല്ല എന്നുള്ള ഒരു പരാതി ജാസ്മിനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ വളരെ കാലങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് ബലിപ്പിക്കുക? വളരെ കാലങ്ങൾക്ക് ശേഷം അത്രയധികം ഇഷ്ടമുള്ള ഒരാളെ കണ്ട സമയത്ത് പ്രകടിപ്പിക്കുന്ന കുറേയധികം കാര്യങ്ങളാണ് ലൈവിൽ കണ്ടത്. ഒരു ക്രിഞ്ച് മോഡിലേക്ക് പോകുന്ന പല കാര്യങ്ങളും വളരെ സേഫ് ആയിട്ട് ഗബ്രി തിരിച്ചു പിടിക്കുന്നുണ്ട്. ഗബ്രി വളരെ നൈസായിട്ടുള്ള ഒരു മച്ചാനാണ്. ഹൗസിൽ നിന്ന് എങ്ങനെയാണോ പോയത്, എങ്ങനെയുള്ള ഒരു സ്നേഹമായിരുന്നോ അവർക്കിടയിൽ ഉണ്ടായിരുന്നത്, അത് അതേപടി ഹൗസിൽ വന്ന സമയത്തും ഗബ്രിക്കുണ്ട്. പുറത്തുള്ള നെഗറ്റീവോ അല്ലെങ്കിൽ തൻ്റെ ഇമേജിനെ കുറിച്ചിട്ടുള്ള ഒരു പേടിയോ ഒന്നും ഗബ്രിക്കില്ല. ഗബ്രി നേരെ വരുന്നു. ജാസ്മിനാണ് അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി ഹൗസിൽ. ജാസ്മിന് സർപ്രൈസ് കൊടുക്കുക, ജാസ്മിനോട് സംസാരിക്കുക, ജാസ്മിനെ കെയർ ചെയ്യുക എന്നീ കാര്യങ്ങളിൽ അദ്ദേഹം മുഴുകി ഇരിക്കുകയാണ്. നല്ല രസമുള്ളൊരു ബോണ്ട് ഈ അവസാന ദിനങ്ങളിലേക്ക് വരുന്ന സമയത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിന് കൊടുക്കാനായിട്ട് ഈ ഒരു പരിപാടി കൊണ്ട് സാധിക്കും. ജാസ്മിൻ, ഗബ്രി എന്നിവർ സംസാരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ പഴയതുപോലെ തന്നെ നല്ല ക്രിഞ്ചടിക്കുന്നുണ്ട്, പ്രേക്ഷകർക്ക് ക്രിഞ്ചടിക്കുന്നുണ്ട്. ഈ ചില സൗന്ദര്യപ്പണക്കങ്ങൾ വല്ലാതെ ഓവറാണ്. മറ്റേ ഗബ്രിയുടെ കൈ മുറിഞ്ഞ ആ ഒരു സംഭവത്തിലൊക്കെ എന്തോ ഒരു ഓവറായിരുന്നു ജാസ്മിൻ. ചിലപ്പോൾ അത് അവരുടെ നേച്ചറായിരിക്കും. പിന്നെ മറ്റേ ഡ്രസ്സ് അയച്ചു തന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള സൗന്ദര്യപ്പണക്കമൊക്കെ അതൊക്കെ കുറേ നേരം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് റസ്മിൻ, ശ്രീതു എന്നിവരൊക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്. ഈ ഡ്രസ്സ് അയച്ചു കൊടുക്കാൻ എവിടെയായിരുന്നു ടൈം? ഗബ്രി ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ എന്തോ ഒരു നെഗറ്റീവായിരുന്നു മച്ചാന് ഫേസ് ചെയ്യേണ്ടി വന്നത്. ഇന്നലെ ഞാൻ നോക്കിയപ്പം ഗബ്രിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ നിന്നുള്ളൊരു ഫോട്ടോ ഫീഡിൽ കിടക്കുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഫുള്ള് തെറി. എന്തിനാണ് ആൾക്കാർക്ക് ഇത്രമാത്രം ദേഷ്യം എന്നുള്ളത് അറിയില്ല. അവരവിടെ ഒരു ഗെയിം കളിച്ചു, ഗെയിമിൽ നിന്ന് പുള്ളി പുറത്തിറങ്ങി, പുള്ളിയുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ചില്ല് ചെയ്യുന്നു. അതിൻ്റെ താഴെ വന്നിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ വന്നിട്ട് ഈ ഫ്രസ്ട്രേഷൻ തീർക്കലാണ്
നമ്മുടെ നാട്ടുകാരുടെ പരിപാടി. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സൗമ്യമായി ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഗബ്രിയുടെ ആ ഒരു സമീപനം വളരെ രസകരമാണ്. അത്തരത്തിൽ വേണം കാര്യങ്ങളെ നേരിടാൻ എന്നുള്ള ഒരു ഉപദേശവും ഗബ്രി ജാസ്മിന് കൊടുക്കുന്നുണ്ട്. ഇതേ വൈബ് തന്നെയാണ് രതീഷിനും ജിൻഡോയ്ക്കും. വലിയ സ്നേഹപ്രകടനങ്ങളാണ്. ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഒരു ബ്രദറാണ് നമ്മുടെ ജിൻഡോ എന്നുള്ളതൊക്കെയാണ് രതീഷിന്റെ ഒരു പക്ഷം. വളരെ സ്നേഹപ്രകടനങ്ങൾ അവരുടെ ഭാഗത്തുകൊണ്ട്. രതീഷ് പിന്നെ രതീഷ് തന്നെയാണ് ഹൗസിൽ. മൊത്തം ഒരു ബഹളമാണ്. എല്ലായിടത്തും പോയി എല്ലാ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട്. അർജുൻ, ശ്രീതു എന്നിവരോടും ഗബ്രി സംസാരിക്കുന്നുണ്ട്. ഗബ്രി സംസാരിക്കുന്ന കാര്യങ്ങൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന അവസരങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ്. ഒത്തിരിയധികം അവസരങ്ങൾ വരുമെന്നുള്ള ഒരു കാര്യമൊക്കെ അർജുനും അതേപോലെ തന്നെ ശ്രീധുവിനും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അർജുനൊക്കെ വല്ലാതെ എക്സൈറ്റഡ് ആണ് പുറത്ത് പോയിട്ട് അത് എൻജോയ് ചെയ്യാൻ വേണ്ടി. ഗബ്രി അർജുനോട് പറയുന്നുണ്ട്, നമ്മൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വൈബ് പുറത്തുണ്ട്, ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്, നമ്മളൊക്കെ അതാണല്ലോ ആഗ്രഹിക്കുന്നത് എന്ന് അവർ സംസാരിക്കുന്നു. അവരൊക്കെ ഈ സിനിമ ആഗ്രഹമുള്ള ആളുകളാണല്ലോ. അപ്പോൾ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും ആളുകൾ അവരെ കുറിച്ചിട്ട് നല്ലത് സംസാരിക്കുന്നതും അവരെ സെലിബ്രേറ്റ് ചെയ്യുന്നതും ഒക്കെയാണ് അവർക്ക് ഇഷ്ടം. അത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ അർജുൻ ഒരു ഉപദേശം ഗബ്രി കൊടുക്കുന്നുണ്ട്. അർജുൻ നല്ല രീതിയിൽ കോൺഫിഡന്റ് ആവുന്നുണ്ട്. അതിനുശേഷം വൈക്കോൽ കൂനയിൽ കൊണ്ടുപോയി വെച്ച ശരണ്യ ഹൗസിലേക്ക് വരികയാണ്. ശരണ്യ പൂർവാധികം ശക്തിയോടെ വളരെയധികം എനർജറ്റിക് ആയിട്ട് എല്ലാ ആൾക്കാരോടും ഇടപെടുകയാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഒത്തിരിയധികം അവസരങ്ങൾ, പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കുകൾ എല്ലാം ശരണ്യയ്ക്ക് പുറത്ത് കിട്ടി. അത് ഈ ബിഗ് ബോസ് ഹൗസ് കൊണ്ടാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. വന്ന ആളുകളെല്ലാം ബിഗ് ബോസ് ഹൗസിനെ കുറിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്സരയ്ക്കാണെങ്കിൽ ഹൗസിൽ നിന്ന് പോയ കാര്യം കൊടുത്തിട്ട് വലിയ വിഷമമുണ്ട്. അത്രയധികം ഒരു കപ്പ് എന്നുള്ള രീതിയിൽ പ്രതീക്ഷയൊന്നുമല്ല വന്നത് എന്ന് പറയുന്നു. പക്ഷെ പോയതിൻ്റെ വലിയ വിഷമങ്ങളുണ്ട്. ഇവർക്കെല്ലാം പോസിറ്റീവാണ് ഹൗസ്. എല്ലാവരും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്ന ഒരു മൊമെന്റിലും ഹൗസിലേക്ക് തിരിച്ചു വരുന്ന സമയത്തും ഇപ്പോഴും പറയുന്നത് ഹൗസ് അടിപൊളിയാണ് എന്നുള്ളതാണ്. പിന്നീട് ഈ 1-2 ആൾക്കാർക്ക് മാത്രം ഇത് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആണെന്നൊക്കെ തോന്നുന്നത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ പിന്നിൽ വേറെന്തോ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്സര ശ്രീരേഖയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ റസ്മിൻ അതേപോലെ തന്നെ ജാൻമണിയൊക്കെ പുറത്ത് നല്ല സപ്പോർട്ടാണ്, എപ്പോഴും വിളിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ അടിപൊളിയാണ്. അതെല്ലാം ഹൗസിൻ്റെ ഗുണമായിട്ട് പറയുന്നു. അഭിഷേക് കെ വരികയാണ്. അദ്ദേഹം വളരെയധികം ഹാപ്പിയാണ്. ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വന്നതിനെ കുറിച്ചിട്ട് വളരെ സന്തോഷത്തോടെ ജാസ്മിനോട് പറയുന്നുണ്ട്. ജാസ്മിനെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തിയതിൽ സോറി പറയുന്നുണ്ട്. അച്ഛൻ തൻ്റെ ആ ഒരു സെക്ഷൽ ഓറിയൻറ്റേഷൻ അംഗീകരിച്ചെന്നും വീട്ടിൽ നല്ല ഹാപ്പി മൂഡാണെന്നും ഒക്കെ അഭിഷേക് കെ പറയുന്നു. ഇപ്പം വീട്ടുകാർക്കൊന്നും പ്രശ്നമില്ലല്ലോ, നാട്ടുകാരിൽ ചിലർക്കാണല്ലോ പ്രശ്നം. അഭിഷേക് ശ്രീകുമാറിനെ പോലുള്ള ചില വിടലുകൾക്കൊക്കെയാണ് ബാക്കിയുള്ള ആളുകളുടെ സെക്ഷുവാലിറ്റിയിലും സെക്ഷൽ ഓറിയൻറ്റേഷനിലൊക്കെ വലിയ പരാതികളുള്ളത്. അവരെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ബാക്കിയുള്ള ആളുകളുടെ ലൈംഗികത വരെ അവരത്രയധികം സീരിയസ് ആയിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ അവന്മാർക്ക് എന്തോ വല്ല ട്രീറ്റ്മെൻറ്റും കൊടുക്കണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവരത് ബാധിക്കുന്നുണ്ട്. അത്രയധികം ഇൻസെക്യൂറാണ് ആ ഒരു കുട്ടികൾ. മേ ബി വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ ആയിരിക്കാം. കുറച്ച് നല്ല സംസർഗ ഗുണം കൊണ്ടൊക്കെ മാറാവുന്ന ഒരു കേസാണ്. അഭിഷേക് ശ്രീകുമാർ കുറേയധികം മാറിയിട്ടുണ്ട്. എന്നാലും അവൻ ഉണ്ടാക്കി വെച്ചൊരു ഡാമേജ് ഉണ്ട്. അവൻ ഉണ്ടാക്കിയെടുത്ത ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. കുറേ ആൻറ്റി സോഷ്യൽസിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട്. അതുങ്ങളെല്ലാം കൂടി ഇവന് മാറ്റിയെടുക്കാൻ ഇനി പറ്റത്തൊന്നുമില്ല. അതുങ്ങളെല്ലാം കൂടി ഇവനെതിരെ തിരിയാവുന്ന ഭാഗ്യം. ഇതിനുശേഷം ഒരു മിഡ് വീക്ക് എവിക്ഷൻ അനൗൺസ് ചെയ്യുകയാണ്. അയ്യോ, ഭയങ്കരമായിട്ടുള്ള വൈകാരിക നിമിഷങ്ങളായിരുന്നു. കാരണം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ. ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു എവിക്ഷൻ അനൗൺസ് ചെയ്യുന്നത്. ശ്രീധുവിന് ചില്ലറ വിഷമം വല്ലതും ആയിരിക്കും വരുന്നത്. ശ്രീധുവിൻ്റെ ഭാഗത്ത് ആർക്കാണെങ്കിലും വിഷമം വരും. എവിക്റ്റായി എന്ന് പറഞ്ഞ സമയത്ത് ശ്രീധു അദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് പറ്റി. പുറത്തേക്ക് ഇങ്ങനെ കരയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളാവുന്നു. വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നത്. അർജുൻ പൊട്ടിക്കരയുകയാണ്. പുള്ളി ഭയങ്കര ഇമോഷണലാണ്. എപ്പോഴും കരയും, എപ്പോഴും ചിരിക്കും. ഭയങ്കര രസമുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള മനുഷ്യനാണ്. ഇത് ഇന്ന് എപ്പിസോഡിലൊക്കെ പറയുന്നത് കേട്ടു അർജുൻ എപ്പോഴും നടിക്കുകയാണെന്നുള്ളത്. നടിക്കുകയാണെങ്കിലും അല്ലെങ്കിലും ഇതൊരു ഗെയിമാണ്. ഇവിടെ ഒറിജിനൽ ആവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആവുക, നിങ്ങൾക്ക് ഡാമേജ് വരില്ല എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ. ഒറിജിനൽ അല്ലാതെ കളിക്കാനായിട്ടുള്ള അവസരം ഇവിടെ ഉണ്ട്. ആൾക്കാർക്ക് ഫീൽ ചെയ്യാതെ ആൾക്കാരെ പറ്റിച്ചിട്ട് ഒറിജിനൽ അല്ലാത്ത രീതിയിലും കളിക്കാം. അങ്ങനെ കളിക്കുന്ന ഗെയിമേഴ്സും ഉണ്ട്. ശ്രീധു ഒക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഡാമേജസ് ഒന്നും ഇല്ലാതെ പുറത്തേക്ക് പോയൊരു വ്യക്തിയാണ്. അത് വളരെ പിടിച്ചിട്ടുള്ള ഒരു കളിയാണ്. നോക്കിക്കോ, ബിഗ് ബോസിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ശ്രീധുവിനെ ആരും ഫോളോ ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീധുവിന് കിട്ടേണ്ട ഒരു റെക്കഗ്നിഷൻ കിട്ടി, അവസരങ്ങൾ തേടിയെത്തും. വളരെ പോസിറ്റീവായിട്ട് അതിനെ യൂസ് ചെയ്തൊരു വ്യക്തിയാണ്. വേറെ വലിയ ഗാർബേജുകളൊന്നും ഇവിടെ നിന്ന് എടുത്തിട്ട് പോവേണ്ടി വന്നില്ല. ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ ടോപ്പ് ഗെയിമേഴ്സിൽ ഇപ്പോൾ ജാസ്മിൻ, അതേപോലെ തന്നെ ഇപ്പം പുറത്തു പോയ സായി, ഇവർക്കൊക്കെ ഒത്തിരി അധികം ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആൻസർ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ചില അവസ്ഥകളൊക്കെ ഉണ്ട്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എപ്പിസോഡ്.
രസമായിട്ടുള്ള കുറേയധികം മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഇനിയിപ്പോൾ അധികം ദിവസങ്ങളില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.